ഇത് പണ്ടൊക്കെ ഒരുപാട് പറഞ്ഞു പഴകിയ ഒരു കഥയാണ്. എങ്കിൽ പോലും ഈ കഥയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കുറച്ച് വാല്യൂസുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പേര് ഇവര് സെയിൽസിലുള്ള ആൾക്കാരാണ്. സെയിൽസ് എന്ന് പറഞ്ഞാൽ അറിയാൻ പോലെ എന്താ സെയിൽസ് എന്ന് പറഞ്ഞാൽ കച്ചവടം, വിൽക്കുക അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഇവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ അഗ്രി റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഇവർ വിൽക്കുന്നത്. അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. രണ്ടുപേരും വളരെ ഗംഭീരമായിട്ട് വിൽക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ഒരു താഴ്വരയിലാണ് ഇവരുടെ ഗ്രാമം. താഴ്വര എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വാലി. ഓക്കെ, അവിടെയാണ് ഇവരുടെ ഗ്രാമം എന്ന് പറയുന്നത്. ഈ ഗ്രാമത്തിൽ ഇവർ രണ്ടുപേരും ഇങ്ങനെ വിൽക്കുന്നു. അങ്ങനെ വിൽക്കുന്ന സമയത്ത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രാമത്തിൽ നിന്ന് ഉള്ള ആൾക്കാർ മറ്റു പല സ്ഥലങ്ങളിലേക്കും പോകുന്നു. ഈ ഗ്രാമത്തില് ക്ഷാമം വന്നു. ക്ഷാമം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലെ? ഓക്കെ, പൈസ ഇല്ലാത്ത അവസ്ഥ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു. അപ്പൊ ഈ രണ്ടു പേർക്കും കച്ചവടം വളരെ കുറഞ്ഞു, ആകെപ്പാടെ ബുദ്ധിമുട്ടായി. പക്ഷെ ഇവർ വേറൊരു കാര്യം കേട്ടിട്ടുണ്ട്. ഇവരൊരു മലയുടെ താഴ്വരയിലാണ് താമസിക്കുന്നത്. ഈ മലയുടെ അപ്പുറത്ത് മറ്റൊരു ഗ്രാമമുണ്ട്. ആ ഗ്രാമം എന്ന് പറയുന്നത് വളരെ റിച്ചാണ്. എന്ത് ഗ്രാമമാണത്? വളരെ റിച്ച് ആയിട്ടുള്ള ഗ്രാമം. ആ ഗ്രാമത്തിൽ പോയി കഴിഞ്ഞാൽ കച്ചവടം നടത്താൻ വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു ഗ്രാമമാണ്. അങ്ങനെയുള്ള ഒരു ഗ്രാമമാണ്. അപ്പോ ഇവർ തീരുമാനിച്ചു ആ ഗ്രാമത്തിലേക്ക് പോകാം. പക്ഷെ ആ ഗ്രാമത്തിൽ പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മലയുടെ മുകളിൽ ഒരു മൂപ്പനിരിപ്പുണ്ട്, ഒരു സന്യാസിയുണ്ട്, കുറേ പ്രായമുള്ള ഒരാളിരിപ്പുണ്ട്. അയാളുടെ പെർമിഷൻ ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അപ്പുറത്തെ മലയിലേക്ക് പോകാൻ പറ്റത്തില്ല. അതാണ് അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ടുപേരും തീരുമാനിച്ചു ഇന്ന ദിവസം നമുക്ക് ഒരുമിച്ച് പോകാം. രണ്ടുപേരും ഒരേ സ്ഥലത്ത് കച്ചവടം നടത്തുന്ന ആൾക്കാരായതുകൊണ്ട് ഈ രണ്ടുപേർക്കും ഒരുമിച്ച് പോകാമെന്നുള്ളൊരു ധാരണയൊക്കെ വന്നു. ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ട് ഒരു ദിവസം തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ ഒരാള് രാവിലെ എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് കണ്ട കാഴ്ച എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേ ആൾ ഓൾറെഡി പോയി. ഈ മൂപ്പന്റെ അടുത്ത് പോയിട്ട് അനുവാദം വാങ്ങിയിട്ട് അപ്പുറത്തെ ഗ്രാമത്തിലേക്ക് പോകാൻ അയാൾ നേരത്തെ പോയി. അയാൾ ചിന്തിച്ചെന്നാന്നറിയാവോ, ഇയാളെയും കൂടെ കൂട്ടി പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടെ കിട്ടാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറഞ്ഞു പോകുമല്ലോ എന്നുള്ള ധാരണ കൊണ്ടാണ് ഇയാൾ എന്ത് ചെയ്തത്, ഇയാൾ നേരത്തെ പോയത്. മനസ്സിലാവുന്നതാണ് ഞാൻ പറഞ്ഞേ. ഇയാൾ നേരത്തെ പോയി. ഇയാൾക്ക് ഭയങ്കര സങ്കടമായി. ഒരുമിച്ച് പോകാമെന്ന് തീരുമാനിച്ചതാണ്. ഓക്കെ, ഒരുമിച്ച് അവിടെ പോയി ബിസിനസ് ചെയ്യാവുന്ന വിചാരിച്ചാണ്. എല്ലാമാണ്. അങ്ങനെ ഈ ആദ്യം പോയ ആള് എവിടെ എത്തി? മൂപ്പന്റെ അടുത്തെത്തി, ഈ സന്യാസിയുടെ അടുത്തെത്തി. സന്യാസിയോട് ചോദിച്ചു, സന്യാസി അങ്ങാണോ എന്നെ അനുവദിക്കാൻ പോകുന്നത്? എങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്? അടുത്ത ഗ്രാമത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ സന്യാസി പറഞ്ഞു, അതേ മകനെ, ഞാനാണ്. ശരി. അപ്പോ സന്യാസി തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, നീ എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്? അപ്പം ഇയാൾ പറഞ്ഞു, ഞാൻ അവിടെ പോയിട്ട് കച്ചവടം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്, എന്നെ അനുവദിക്കണം. അപ്പൊ സന്യാസി വീണ്ടും ഒരു ചോദ്യം ചോദിച്ചു, ഞാൻ ഇനി ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം നീ കൃത്യമായിട്ട് പറയണം എന്ന് പറഞ്ഞു. ആരോടാ ഈ പറയുന്നത്? ആദ്യം പോയ ആളിനോടാ പറയുന്നത്. അപ്പോ സന്യാസി ചോദിച്ച ചോദ്യം ഇതാണ്, മകനെ, നിന്റെ ഗ്രാമത്തിൽ, ഇപ്പൊ നീ ഒരു ഗ്രാമത്തിലാണല്ലോ, ആ ഗ്രാമത്തിലുള്ള ആൾക്കാരെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ഇയാൾ പറയാണ്, വൃത്തികെട്ടവന്മാര്. ഓക്കെ, കംപ്ലീറ്റ് ദാരിദ്ര്യമായിട്ട് പൊന്നു സന്യാസി. അമ്മയുടെ കയ്യിൽ പൈസയില്ല, ഒന്നുമില്ല. ഞങ്ങൾക്കാണെങ്കിൽ അവിടെ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരവസ്ഥയില്ല. ഓക്കെ, ഒന്നിനും കൊള്ളത്തില്ലാത്ത കുറെ മനുഷ്യര്, ഒരു സഹകരണവും ഇല്ലാത്ത കുറെ ആൾക്കാർ എന്നാര് പറഞ്ഞു? ഇയാൾ പറഞ്ഞു. അപ്പൊ സന്യാസി പറഞ്ഞു, എന്റെ പൊന്നു മോനെ, നീ ഇനി പോകാൻ പോകുന്ന സ്ഥലത്തെ അവസ്ഥ എന്ന് പറയുന്നത് സെയിമാ. അവന്മാര് ഒന്നിനും കൊള്ളത്തില്ലാത്ത വൃത്തികെട്ടന്മാരാ. അവന്മാര് നിന്നോട് സഹകരിക്കുകയില്ല, നിനക്ക് യാതൊരു തരത്തിലുള്ള ഉപകാരം ചെയ്തു തരത്തുമില്ല. അതുകൊണ്ട് നീ ബെറ്റർ എന്ത് ചെയ്യണ്ട, അവിടെ പോകണ്ട. ഈ ഉള്ള കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് നീ എവിടെ തന്നെ കിടന്നാൽ മതി, ഈ ഗ്രാമത്തിൽ തന്നെ കിടന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ തിരിച്ചു വരുക. ഇയാൾ തിരിച്ചു വരുമ്പോഴാണ്ട് ഇതാണ്ട് മറ്റേ ആൾ കയറി പോവാ. ആര്? രണ്ടാമത്തെ ആള്. അപ്പൊ രണ്ടാമത്തെ ആളിനോട് ഇയാൾ പറഞ്ഞു, എന്റെ പൊന്നു സുഹൃത്തെ, ആ സന്യാസി വേറെ ലെവലാ. ഓക്കെ, അവിടുത്തെ ആൾക്കാരൊക്കെ വളരെ മോശമാണ്, നീ അങ്ങോട്ട് പോകുമൊന്നും വേണ്ട. ഞാൻ ചില നേരത്തെ എണീറ്റിട്ട് വരെ നേരത്തെ പോന്നാന്ന് പറഞ്ഞു. പക്ഷെ ഈ രണ്ടാമത്തെ ആള് അത് കേട്ടില്ല. കേൾക്കാത്ത ഭാവത്തിന് എന്ത് ചെയ്തു, നേരെ സന്യാസിന്റെ അടുത്തേക്ക് പോയി. സന്യാസിന്റെ അടുത്ത് സന്യാസിയുടെ അനുവാദം വാങ്ങാൻ വേണ്ടിയിട്ട് ചെന്ന സമയത്ത് സന്യാസി ഇതേ ചോദ്യം തന്നെ ഇയാളോട് ചോദിച്ചു. എന്താ ചോദിച്ച ചോദ്യം? നിന്റെ ഗ്രാമത്തിലെ ആൾക്കാര് എങ്ങനെയുണ്ട്? അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, നല്ല മനുഷ്യന്മാര്. ഇത്രയും കാലം ഞാൻ ജീവിച്ചത് അവരുടെ അനുകമ്പ കൊണ്ടാണ്. ഒരുപാട് നന്മയുള്ള മനുഷ്യന്മാര്. അവരെ വിട്ടുപോരുന്നതിന് എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്, ഒരുപാട് ദുഃഖമുണ്ട്. പക്ഷെ അവിടെ ഇപ്പം ദാരിദ്ര്യമാണ്. എനിക്കൊരാഗ്രഹമുണ്ട്, എനിക്ക് കുറേ റിച്ച് ആവണം, കുറേ പൈസ എനിക്ക് എന്റെ കയ്യിൽ കൊണ്ടുവരണം. എന്നിട്ട് എന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോയിട്ട് ആ പാവപ്പെട്ട മനുഷ്യന്മാരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഗുരുജി ഞാൻ അങ്ങോട്ട് പോകുന്നത്, അടുത്ത ഗ്രാമത്തിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഗുരുജി പറഞ്ഞു, മോനെ, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. നല്ല മനുഷ്യന്മാരാ അവിടെ ഉള്ളത്, ഒരുപാട് നന്മയുള്ള മനുഷ്യന്മാരാ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ ബിസിനസ് ചെയ്യുന്നതിനും നിനക്ക് അവരെന്ത് തരും? അനുവാദം തരും. നിനക്ക് എല്ലാ നന്മകളും അവിടെ ഉണ്ടാവും. ധൈര്യമായിട്ട് നീ പൊക്കോ, ധൈര്യമായിട്ട് നീ പോയിട്ട് ബിസിനസ് ചെയ്തോളാൻ പറഞ്ഞു. ഈ മനുഷ്യൻ അവിടെ പോകുന്നു, ബിസിനസ് ചെയ്യുന്നു, വളരെ ഗംഭീരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. കുറച്ചു കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം തിരിച്ചു വന്നിട്ട് ഈ ഗ്രാമത്തിലുള്ള മനുഷ്യന്മാർക്ക് എന്ത് കൊടുക്കുന്നു? ഒരുപാട് നന്മകൾ കൊടുക്കുന്നു.